സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭംഗി അത് ഇൻക്ലൂസീവ് സ്പോർട്സ് തന്നെയാണ്. ഓരോ കുട്ടികളിലും ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാണാം. കുട്ടികൾക്ക് കരുതലാകുന്ന അധ്യാപകരെ കാണാം. എല്ലാത്തിനും അപ്പുറം തുണയായി രക്ഷിതാക്കളും. ആകാശത്ത് പെയ്തൊഴിയാൻ കത്തുനിന്ന കാർമേഘത്തെ വെയിൽ വന്ന് നീക്കിയിരുന്നു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ട്രാക്കുകളിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങളാരും ജീവിതത്തിലും പരാജയപ്പെടില്ല. പാലക്കാടിന്റെ ആദർശം മത്സരിച്ചത് എതിരാളികളോട് മാത്രമല്ല, പരിമിതമായ സാഹചര്യങ്ങളോട് കൂടിയാണ്. എന്നോട് എപ്പോഴും പറയൂ, അമ്മ ഞാൻ കാരണം ഞമ്മ സങ്കടപ്പെടേണ്ടി വരില്ല, കാരണം അത്രയും അമ്മ കരഞ്ഞതല്ലേ. ഭയങ്കര സങ്കടമാണ്. ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടിയാലൊക്കെ ഭയങ്കര സങ്കടമാണ്. കരുതലായും കൂട്ടായും അമ്മ പ്രിയയുണ്ട് കൂടെ. അവന് റെറ്റിനോബ്ലാസ്റ്റോമ ഐ ക്യാൻസർ ആയിരുന്നു. 2.5 വയസ്സിലാണ് കണ്ടത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4-5 കൊല്ലം ആശുപത്രിയിൽ തന്നെ ആയിരുന്നു. പിന്നെ 16 കീമോളം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ബ്രെയിനിന് ബാധിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഐ റിമൂവ് ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടത്. ജീവിതത്തോട് മല്ലിട്ട് പൊരുതി ജീവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെ കണ്ടു. കരുതലായും കൂട്ടായും നിൽക്കുന്ന ടീച്ചർമാരെയും. നമുക്ക് ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടാവാറില്ല. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവരെ പോറ്റി കൊണ്ടുവരുന്ന അമ്മമാർക്കും അവരെ നോക്കി വളർത്തുന്ന അച്ഛനും അമ്മമാർക്കുമാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത്. അവൻ്റെ കൂടെ എല്ലാ സ്പോർട്സിൻ്റെ എല്ലാ പരിപാടിക്കും ഞാൻ കൂടെ എപ്പോഴും യാത്ര ചെയ്യുകയും ഇന്ന് വെളുപ്പിനെ വന്നതാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഇവൻ്റ് കാണാൻ വേണ്ടിയിട്ട്. പങ്കെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതാണ് ഫസ്റ്റ്. സമ്മാനം എന്നുള്ളത് സെക്കൻഡറി ആണ്. അത് പങ്കെടുക്കാൻ കഴിഞ്ഞതില്ല. അവിശ്വസനീയമായ പ്രകടനങ്ങളാണ് ഓരോ വിദ്യാർത്ഥിയും നടത്തുന്നത്. അവർക്ക് പിന്നിൽ പരകോടി പ്രാർത്ഥനകളുണ്ട്. പരിമിതികളെയും പ്രതിസന്ധികളെയും അവരിനിയും പൊരുതി തോൽപ്പിക്കും. ഇനിയും വേദികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്യാംകുമാറിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.